രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലെ ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യ മന്ത്രാലയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അച്യുതൻ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ചൂട് അനുഭവപ്പെടുന്നതിനിടയിലാണല്ലോ ഈ നിർദ്ദേശമൊക്കെ വരുന്നത്. അസിത, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതികഠിനമായിട്ടുള്ള ഉഷ്ണം പിടിമുറുക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഈ മുന്നറിയിപ്പും മാർഗനിർദ്ദേശങ്ങളും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഉഷ്ണതരംഗം സാഹചര്യത്തിൽ ധാരാളം വെള്ളം കുടിക്കണം. നേരിട്ട് ഒരു കാരണവശാലും സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യം സൃഷ്ടിക്കരുത്. മാത്രമല്ല ഈ ഇളം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട പുറപ്പെടുവിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഏതാണ്ട് 7 ദിവസം വരെ ഉഷ്ണതരംഗം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ പലയിടങ്ങളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച മേഖലകളിൽ 47 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരും, അന്തരീക്ഷ താപനില ഉയരുമെന്നാണ് പ്രവചനം. ഡൽഹിയിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഡൽഹിയിലെ താപനിലയും 47 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അസിത, ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.